السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل والصحابة أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. الحمد لله ثم الحمد لله ثم الحمد لله. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി സ്വീകരിക്കുമാറാകട്ടെ. അയ്യുഹൽ വലദിൻ്റെ 21-ാമത്തെ ദർസ്. അൽഹംദുലില്ലാ, നമ്മുടെ വാർഷികം 3 കഴിഞ്ഞു. നമ്മുടെ പദ്ധതികളും പ്രോഗ്രാമുകളും എല്ലാം അള്ളാഹു വിജയിപ്പിച്ചു. അള്ളാഹു നമ്മെ എല്ലാവരെയും കബൂൽ ചെയ്യട്ടെ, ആമീൻ. സഹായഹസ്തങ്ങൾ നൽകിയവർ, അള്ളാഹുവേ, അവർക്കെല്ലാവർക്കും നീ വലിയ സഹായങ്ങൾ കൊടുക്കണേ അള്ളാഹ്. ഇനിയും ധാരാളം സേവന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ ദർസിന് കീഴിൽ നടപ്പിലാക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. എല്ലാവരും ദർസിൽ സജീവമാകണമെന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ്. അയ്യുഹൽ വലത്, നന്നായി കേൾക്കണം. എന്നോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നണം. അങ്ങനെ ഓരോരുത്തർക്കും തോന്നണം. അതാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ശൈലി. ഇന്ന് നമ്മൾ വിഷയത്തിലേക്ക് വരുന്നു. ഹുക്കിയ അന്ന ശിബ്ലി റഹിമഹുല്ലാഹ് ഖദമ 400 ഉസ്താദ്. 400 ഉസ്താദുമാർക്ക് സേവനം ചെയ്ത ആളാണ് ഇമാം ഷിബിലി റഹ്മത്തുള്ളാഹി അലൈഹി. 1-2 ഉസ്താദുമാർക്കൊന്നല്ല, 400 ഉസ്താദുമാർക്ക്. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ഫഖാല വഖാല ഖറഅതു 4000 ഹദീസ്. ഞാൻ 4000 ഹദീസുകൾ പഠിച്ചു. 400 ഉസ്താദുമാർക്ക് ഖിദ്മ ചെയ്തിട്ട് എനിക്ക് 4000 ഹദീസുകൾ പഠിക്കാൻ കഴിഞ്ഞു. സുമ്മഖ്തർതു മിൻഹാ ഹദീസൻ വാഹിദൻ. ഒറ്റ ഹദീസാണ് ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്തത്. അമിൽതു ബിഹി. ആ ഒറ്റ ഹദീസ് കൊണ്ടാണ് ഞാൻ അമൽ ചെയ്തത്. 4000 ഹദീസ് കിട്ടിയിട്ട് ഒരൊറ്റ ഹദീസ് മാത്രമാണ് ഞാൻ അമൽ ചെയ്തത്. വഖല്ലൈതു മാ സിവാഹു. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഒഴിവാക്കി. ഹദീസിനോടുള്ള പുച്ഛല്ല കേട്ടോ. ആ ഒറ്റ ഹദീസിൻ്റെ പ്രസക്തി നമ്മെ പഠിപ്പിക്കുകയാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ഇമാം ഷിബിലിയുടെ സംഭവം പറഞ്ഞുകൊണ്ട് നമ്മെ ബോധവൽക്കരിക്കുകയാണ്. എന്താണ് ഇമാം ഷിബിലി പറയുന്നത്? അന്നീ തഅമ്മൽതു. നിശ്ചയം ഞാനിങ്ങനെ ആലോചിച്ചു. ഫവജത്തു ഖലാസി വനജാതി ഫീഹി. ആ ഒറ്റ ഹദീസിൽ എനിക്ക് രക്ഷപ്പെടാനും എനിക്ക് റാഹത്താകാനൊക്കെ ഉള്ള സംഭവം അതിലുണ്ട്. ഞാൻ നന്നാകാൻ, എൻ്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വലിയ വിഷയങ്ങൾ ആ ഒറ്റ ഹദീസിലുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് തന്നെ മതി. വേറുള്ള 3999 ഹദീസുകളും എനിക്ക് എടുക്കേണ്ടി വന്നില്ല. ഈ ഒറ്റ ഹദീസിൻ്റെ കോളന്ന എനിക്ക് താങ്ങാൻ മാത്രമുണ്ട് എന്നാണ് ഇമാം ഷിബിലി റളിയല്ലാഹു അൻഹു പറയുന്നത്. കഴിഞ്ഞില്ല ആ ഹദീസിൻ്റെ പോരിശ.
വകാന ഇൽമുൽ അവ്വലീന വൽ ആഖിരീന കുല്ലുഹു മുന്ദരിജൻ ഫീഹി. ആ ഒറ്റ ഹദീസിൽ തന്നെ പൂർവീകരുടെയും ലോകത്ത് വരാനുള്ള മുഴുവൻ ആളുകളുടെയും അറിവ് ഒരുമിച്ച് കൂടിയ ഒരേ ഒരു ഹദീസ് ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഫക്തഫൈതു ബിഹി. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ പ്രാധാന്യമുള്ള ഹദീസായതുകൊണ്ട് ഞാൻ അതുകൊണ്ട് മതിയാക്കി. ആ ഒറ്റ ഹദീസ് തന്നെ എനിക്ക് മതിയായിട്ടുണ്ട് എന്ന് ഇമാം ശിബിലി തങ്ങൾ പറയുന്നുണ്ട്. ആ ഹദീസാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ അയ്യുഹൽ വലദിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്താണ് നമ്മുടെ ഭാഗ്യം! ഇമാം ശിബിലി ഇത്ര കോളിൽ പറഞ്ഞ ഹദീസ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അത് കേൾക്കാൻ, അത് വീണ്ടും കേൾക്കാൻ, അത് എഴുതി വെക്കാൻ ഭാഗ്യം ആർക്കൊക്കെ ലഭിക്കുന്നുണ്ട് അവർ വലിയ ഭാഗ്യവാന്മാരാണ്, വലിയ ഭാഗ്യവതികളാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. വദാലിക് അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിബഅദി അസ്ഹാബിഹി. നബി അവിടുത്തെ ചില അനുചരരോട്, ഒരു സ്വഹാബിയോട് പറഞ്ഞു കൊടുത്ത ഹദീസാണ്. എന്താണ്? ഇഅ്മൽ ലിദുനിയാക. മോനെ, നീ അമൽ ചെയ്തോ നിന്റെ ദുനിയാവിന് വേണ്ടി. ബിഖദരി മഖാമിക ഫീഹാ. ആ ദുനിയാവിൽ നിന്റെ സ്ഥാനം അനുസരിച്ച് നിനക്ക് എത്ര താമസിക്കാൻ കഴിയും, ദുനിയാവിൽ നിന്റെ സ്റ്റേജ് എത്രയാണ്, നിന്റെ മഖാം എത്രയാണ്, അതിനനുസരിച്ച് ഇത് ദുനിയാവിന് വേണ്ടി പ്രവർത്തിച്ചോ. കാലാകാലം ഇവിടെ കഴിയുന്നുണ്ടെങ്കിൽ ഇത് ഒരു പ്രശ്നമില്ല, ദുനിയാവിന് വേണ്ടി കാലാകാലം അധ്വാനിച്ചോ. ഒരു നിമിഷവും വേറൊരു വഴിക്കും നീ പോകണ്ട, ദുനിയാവിൻ്റെ റൂട്ടിൽ തന്നെ ചലിച്ചോ എന്ന് ആ സ്വഹാബിയോട് ആരംഭ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു. എത്രയാണ് നമ്മൾ ദുനിയാവിൻ്റെ, നമ്മളെ ആയുസ്സും നമ്മുടെ ആരോഗ്യവും നമ്മുടെ കാര്യങ്ങളൊക്കെ ദുനിയാവിൽ എത്രത്തോളം ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാലോ. എല്ലാവർക്കും അറിയാം. ഒരു നിമിഷം ചിലപ്പോൾ ഇപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നതിൻ്റെ നേരെ മുമ്പ് നമ്മൾ കേട്ട വാർത്തയാണ്, അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീണു, 110 പേര് മരിച്ചു എന്നാണ് ആദ്യത്തെ പ്രഥമ വാർത്ത. ഇത്രേ ഉള്ളൂ ദുനിയാവ്. അള്ളാഹു ആഫാത്ത് മുസീബാത്തിൽ നിന്ന് നമ്മളെല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. നമ്മൾ ആലോചിച്ച് നോക്കി, ദുനിയാവിൽ എത്രത്തോളം കഴിയും അതിനനുസരിച്ച് ഉണ്ടാക്കിക്കോ. നല്ല പറച്ചിലാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅമലി ആഖിറതിക ബിഖദരി ബഖാഇക ഫീഹാ. ആഖിറത്തിന് വേണ്ടി അമൽ ചെയ്തോ, എത്ര കാലം എനിക്ക് അവിടെ താമസിക്കണം, എത്ര കാലം താമസിക്കണം, അതിനനുസരിച്ച് പ്രവർത്തിച്ചോ. എത്രയാണ് നിന്റെ ആഖിറത്തിലുള്ള കാലയളവ്, അതിനനുസരിച്ച് അമൽ ചെയ്താൽ മതി. ഒരു 2 ദിവസം എനിക്ക് ആഖിറത്തിൽ നിൽക്കേണ്ടി വരുള്ളൂ, എന്നാൽ 2 ദിവസത്തിനുള്ളത് ചെയ്താൽ മതി. അതല്ല 10 ദിവസം ഉണ്ടാവുള്ളൂ, ഒരു കൊല്ലം ഉണ്ടാവുള്ളൂ, കാലകാലം ഉണ്ടാവുമോ, അതിനനുസരിച്ചൊക്കെ ചെയ്താൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട്. കാലകാലം കഴിയേണ്ട ലോകമല്ലേ ആഖിറം. നമുക്കൊന്നിനും നേരം ഉണ്ടാവില്ല. ഒന്നിനും ഖൈറിന് നേരം കിട്ടുന്നില്ലെങ്കിൽ നമ്മളെ കാര്യം പേടിയാണ് പ്രിയപ്പെട്ടവരെ, നമ്മളെ കാര്യം ബേജാറാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, വഅമൽ ലില്ലാഹി ബിഖദരി ഹാജതിക ഇലൈഹി. അള്ളാഹ്ക്ക് വേണ്ടി അമൽ ചെയ്തോ. ബിഖദരി ഹാജതിക ഇലൈഹി. അള്ളാഹുവിലേക്ക് എനിക്ക് എത്ര ആവശ്യമുണ്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി. എനിക്ക് ആകെ ഒരു 2 കൊല്ലം ആവശ്യമുള്ളൂ അള്ളാഹുവിനെ, അതിനനുസരിച്ച് ചെയ്താൽ മതി. എന്താണ് മുത്തുനബിയുടെ ഹദീസിൻ്റെ പറച്ചില്? വഅമൽ ലില്ലാഹി ബിഖദരി ഹാജതിക ഇലൈഹി. അള്ളാഹുവിലേക്ക് നിനക്ക് എത്ര ആവശ്യമുണ്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി. എപ്പോഴെങ്കിലൊക്കെ അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ചെയ്താൽ മതി.
അതല്ല, എന്നും ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യും. നമ്മളങ്ങനെയാണല്ലോ കാര്യങ്ങൾ. ഭൗതികമായ കാര്യങ്ങൾ നമ്മൾ അങ്ങനെയാണല്ലോ. എന്നും നമുക്ക് ജോലിക്ക് പോയാലേ കുടുംബം കഴിയൂ എന്നുള്ളെങ്കിൽ എന്നും നമ്മൾ ജോലിക്ക് പോകും. ആഴ്ചയിൽ ഒരു ദിവസം പോയാലും തന്നെ കുടുംബം കഴിയുന്ന അത്രയും സൂപ്പർ ജോലിയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം പോകും. എന്നാലും ഓന് 2 ദിവസം പോകാൻ നോക്കും. പക്ഷെ മറ്റത് അങ്ങനല്ല. അള്ളാഹുവിലേക്ക് എത്ര ഏതെല്ലാ സെക്കൻഡിലും നമുക്ക് ആവശ്യമില്ലേ അള്ളാഹുവിലേക്ക്? പടച്ചോനില്ലാതെ നമ്മൾ എങ്ങനെ ഒരു സെക്കൻഡ് കഴിയാം? എനിക്കിത് പറയാൻ തൗഫീഖ് തന്നവൻ റബ്ബാണ്. ഇത് കേൾക്കാൻ എല്ലാവർക്കും ഭാഗ്യമില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, 400ഓളം ആൾക്കാർ നമ്മൾ ഉണ്ടായിട്ട് ഒരു 100 തികയാൻ എത്ര പണിയുണ്ട്? കേൾക്കുന്നവര്, ഒരു 100 തികയാൻ എത്ര പണിയുണ്ട്? തൗഫീഖില്ല, അള്ളാഹു തൗഫീഖ് കൊടുക്കുന്നില്ല. അപ്പൊ അള്ളാഹുവിലേക്ക് നമുക്ക് എത്ര കണ്ട ആവശ്യമുണ്ട്, അതിനനുസരിച്ച് അമൽ ചെയ്താൽ മതി. ഒരു സെക്കൻഡ് ഒഴിവില്ല. ആ എല്ലാ സെക്കൻഡും അള്ളാഹു തന്നിട്ട് വേണം നമുക്ക് ശ്വാസം. ഒരു ശ്വാസം എടുത്ത് അടുത്ത സെക്കൻഡിൽ അടുത്ത ശ്വാസം വലിക്കാനും വിടാനും അള്ളാഹു കഴിവ് തന്നിട്ട് വേണം. وعمل للنار بقدر صبرك عليها. എന്നിട്ട് അവസാനത്തെ വേർഡ് പറയുന്നു, വഅമൽ ലിന്നാർ, നരകത്തിന് വേണ്ടി പ്രവർത്തിച്ചോ. ബിഖദിരി സ്വബരിക അലൈഹ, എനിക്ക് എത്ര കണ്ട് നരകം ക്ഷമിക്കാൻ കഴിയും? നരകം ഫുള്ളായിട്ട് ക്ഷമിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ നരകത്തിന് വേണ്ടി ഫുള്ള് പണിയെടുത്ത ഒരു പ്രശ്നമില്ല. ആരെ കൊണ്ടാ നരകം ക്ഷമിക്കാൻ കഴിയുക? യാ റബ്ബ് തർമി ബിശറരിൻ കൽ ഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫർ. ഒരു പൊരിക്ക്, നരകത്തിൻ്റെ ഒരു തീപ്പൊരിക്ക്, വലിയ ഫ്ലാറ്റ്, ആ വലിയ ഫ്ലാറ്റിൻ്റെ അത്രയും ഉണ്ടാകും ഒറ്റ പൊരി. ഈ നരകത്തിന് ആർക്കാ താങ്ങാൻ കഴിയുക? താങ്ങാൻ കഴിയുന്നവരൊക്കെ നരകത്തിന് വേണ്ടി പ്രവർത്തിച്ചോളി എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ബുദ്ധിയോടുകൂടെയുള്ള ഒരു ചിന്തിക്കാൻ വേണ്ടിയുള്ള ഹദീസ്. അതുകൊണ്ട് തന്നെയാണ് ഇമാം ശിബിലി തങ്ങൾ പറഞ്ഞത്, 4000 ഹദീസിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തത് ഈ ഹദീസാണ്. എന്നിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കൂട്ടിച്ചേർക്കുകയാണ്, ഹദീസാണ് ഇപ്പൊ പറഞ്ഞത്. ഏത് ഏമൽ ലിദുനിയാക ബിഖദരി മഖാമിക ഫീഹാ എന്ന് പറഞ്ഞ് ബിഖദരി സ്വബരിക അലൈഹ വരെ മുത്തുനബിയുടെ വാക്കുകളാണ്. ഇദാ അമിൽത ബിഹാദൽ ഹദീസ്, ഈ ഹദീസ് അനുസരിച്ച് ഈ ക്ലാസ് എടുക്കുന്ന ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളൊക്കെ അമൽ ചെയ്താൽ, ലാ ഹാജത ലക, നിനക്ക് ആവശ്യമില്ല മോനെ, ഇലൽ ഇൽമിൽ കസീർ, ഒരുപാട് ഇൽമൊന്നും ആവശ്യമില്ല. ഈ ഹദീസ് അനുസരിച്ച് ദുനിയാവിൽ എനിക്ക് ജീവിക്കുന്നതിൻ്റെ കാലയളവനുസരിച്ച് ദുനിയാവിന് വേണ്ടി പ്രവർത്തിച്ചോ. ആഖിറത്തിൽ നീ എത്ര കാലം ജീവിക്കും, അതിനനുസരിച്ച് ആഖിറത്തിന് വേണ്ടി പ്രവർത്തിച്ചോ. അള്ളാഹുവിലേക്ക് നിനക്ക് എത്ര കണ്ട ആവശ്യമുണ്ട്, അതിനനുസരിച്ച് അള്ളാഹ്ക്ക് വേണ്ടി നീ അമൽ ചെയ്തോ. നരകം എത്ര കണ്ട് എനിക്ക് ക്ഷമിക്കാൻ കഴിയും, അത്ര കണ്ട് നീ നരകത്തിന് വേണ്ടിയും അതിൻ്റെ ആളാകാൻ നോക്കിക്കോ. ഇതിലേതാ നമുക്ക് കഴിയുക? നരകം ക്ഷമിക്കാൻ ഏത് വമ്പനെ കൊണ്ടാ കഴിയുക? അള്ളാഹു ഇല്ലാതെ ഒരു സെക്കൻഡ് ജീവിക്കാൻ ഏത് അധികാരിയെ കൊണ്ടാ കഴിയുക? ആഖിറത്തിൽ കാലകാലം കഴിയാത്തവൻ ആരാ? ദുനിയാവിൽ കാലകാലം കഴിയുന്നവൻ ആരാ? ഇതാലോചിച്ചിട്ടാണ് ജീവിക്കേണ്ടത് എന്ന് അയ്യുഹൽ വലത് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. എല്ലാവർക്കും ദർസ് കേൾക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.